ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് അപ്പൂസ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു പുതിയ വീഡിയോ വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ ബൺ മസ്ക ഉണ്ടാക്കുകയാണ്. കാരണം നമ്മുടെ വലിയ പള്ളിയിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് ഇന്ന് കരോൾ വരുന്നുണ്ട്. അപ്പോൾ കരോളിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബൺ മസ്കയാണ്. അപ്പോൾ ബണ്ണെല്ലാം നമുക്ക് വേണ്ട ഇങ്ങനെ തട്ടിയിടാം. ബണ്ണെല്ലാം നമ്മൾ അങ്ങോട്ട് തട്ടിയിട്ട് മാറ്റി വെച്ച് ഇനി ഓരോ പാക്കറ്റായിട്ട് നമുക്ക് പൊട്ടിച്ചിടണം. അപ്പോൾ പൊട്ടിച്ചിടാം നമുക്ക്. അങ്ങനെ നമ്മൾ കത്രിക എടുത്തിട്ട് നമ്മൾ പൊട്ടിച്ചിടാൻ പോവുകയാണ്. ഓരോ പാക്കറ്റ് ഇങ്ങനെ പൊട്ടിച്ചിടണം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പാക്കറ്റ് ഇതാ പൊട്ടിക്കുന്നു. നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതിനകത്തുള്ള എല്ലാ ബൺസും നമ്മൾ എടുത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്കിനി എല്ലാ ബൺസും ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. നമുക്ക് എല്ലാ ബൺസും ഇട്ട് കഴിഞ്ഞിട്ട് നോക്കാം. ഫുൾ ബൺസും ഇട്ട് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് വീഡിയോ. ഫ്രണ്ട്സ്, നമ്മൾ അതിൻ്റെ ഫുൾ ബൺസും പൊട്ടിച്ചിട്ടു. അപ്പോൾ ലാസ്റ്റ് ആ ഫൈനൽ പാക്കറ്റോടെ നമ്മൾ പൊട്ടിച്ചിടുകയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഓരോ ബണ്ണെടുത്ത് ഇങ്ങനെ വെച്ച് ഫുൾ ബൺസും എടുത്ത് അങ്ങനെ അടുക്കി വെച്ചിട്ട് ഒരു ബണ്ണ് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവേ കീറുക. ഫുൾ പോർഷൻ കീറരുത്, നമ്മൾ അതിൻ്റെ ഹാഫ് വെച്ച് നിർത്തണം. എന്താണ് ഇങ്ങനെ നടുവേ പതുക്കെ കീറി. നല്ല സോഫ്റ്റ് ബണ്ണായിട്ട് പതുക്കെ കീറി വന്ന് നമ്മൾ ഇങ്ങനെ വേണം കീറാൻ. അപ്പോൾ ഇങ്ങനെ കീറിയ ശേഷം നമുക്കിനി 60 ബണ്ണുണ്ട്. 60 ബണ്ണും ഇങ്ങനെ ചെയ്യണം നമുക്ക്. അപ്പോൾ നമുക്കിനി മസ്ക ക്രീം ഉണ്ടാക്കാം. അപ്പോൾ മസ്ക ക്രീം ഉണ്ടാക്കാൻ നമ്മൾ എടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇനി നമ്മൾ ഇങ്ങനെ ബണ്ണിയെല്ലാം തേച്ച് കൊടുക്കണം. മസ്ക ക്രീം ഉണ്ടാക്കാൻ നമ്മൾ എടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ബട്ടർ എടുത്തിട്ടുണ്ട്, പിന്നെ 2 കപ്പ് വാനില എസൻസ് കൂടെ ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് നമ്മുടെ മസ്ക ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഈ 60 ബണ്ണിലോട്ടും മുറിച്ച ബണ്ണിലോട്ട് നമുക്ക് അതിൻ്റെ നടുവേ ഇങ്ങനെ തേച്ച് കൊടുക്കാം. നമ്മൾ ക്വാണ്ടിറ്റിക്ക് ഒരു ഇതും കാണിക്കുന്നില്ല, ക്വാണ്ടിറ്റി നല്ലപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഫുള്ള് തേച്ചിട്ട് കാണാം. ഫുൾ ബണ്ണും നമുക്ക് ഇതേപോലെ തേക്കണം. എന്നിട്ട് ഇങ്ങനെ അടച്ച് സൈഡ് ഭാഗവും കൂടെ തേച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഫുൾ ഭാഗം തേച്ചിട്ട് 60 ബണ്ണും തേച്ചിട്ട് നമുക്കിനി കാണാം ഗൈസ്. ഓക്കെ, നമ്മൾ നല്ല ക്വാണ്ടിറ്റി തേക്കണം. ഒരു ഇതും കാണിക്കണം, ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല. നല്ലപോലെ തേച്ചതിന് ശേഷം നമുക്കിനി ഫുൾ ബൺ തേച്ചതിന് ശേഷം കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മളെല്ലാം സെറ്റാക്കി വെച്ചേക്കുകയാണ് ഗൈസ്. അപ്പോൾ ബൺ മസ്ക ക്രീമും എല്ലാം നമ്മളെല്ലാം തേച്ച് നല്ല കിടിലുമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ തരുന്നതായിരിക്കും. എല്ലാവർക്കും ബായ്. പ്ലും.